ചെല്ലാനം എന്നും മഴക്കാലത്തെ ഓർക്കുന്നത് പേടിയോടെയാണ്. കടലാക്രമണത്തിന് ഇരകളാവുന്ന ജനങ്ങളെ ഭരണം കാണുന്നില്ലേ? കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യവുമായി കടലിൽ ഇറങ്ങിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ടെട്രോപാഡ്, പുലിമുട്ടുകൾ എന്നിവ ചെല്ലാനത്ത് മുഴുവൻ പ്രദേശങ്ങളിലും വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധിക്കുന്നത്. ടൂറ് നടക്കാൻ കാശുണ്ട്, ദൂർത്തിന് കാശുണ്ട് എന്നിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ആളുകൾ കടലിലാണ് ഇപ്പോഴും ഉള്ളത്. ഒരു വാർഡ് മാത്രം, അതായത് 7 കിലോമീറ്റർ മാത്രമാണ് സർക്കാർ കഴിഞ്ഞ വർഷം സുരക്ഷിതമാക്കിയത്. ചെല്ലാനം വികസിച്ചു എന്ന് സർക്കാർ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നടന്നത് ഒരു പറ്റിക്കൽ മാത്രമാണ്. കാലങ്ങളായി തുടങ്ങിയ സമരം ഇപ്പോഴും നടക്കുന്നു. വീടുകൾ കടലെടുത്തു, തിരയെ തടഞ്ഞു, സങ്കടം മാറ്റി ടൂറിസത്തിനൊരുങ്ങി, മുഖം മിനുക്കി എന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെല്ലാനത്തെ കുറിച്ച് കണ്ടതാണ്. ഇതെല്ലാം ഉഡായിപ്പായിരുന്നു. ഇനിയും അവിടുത്തെ ജനം അനുഭവിക്കാനിരിക്കുന്നു. ഒരു വർഷം കൊണ്ട് പലതും തിരിച്ചറിയുകയാണ് അവിടുത്തെ ജനങ്ങളും നമ്മളും. വർഷങ്ങളായി ഇവിടെ നടക്കുന്ന പ്രതിരോധവും പ്രതിഷേധവും സർക്കാരുകൾ കാണുന്നില്ല എന്ന മട്ടിലാണ് നടക്കുന്നത്. കടൽ സമാധിയും കടലിൽ ഇറങ്ങിയും നിരാഹാരവും നടത്തി ജനങ്ങൾ കടലിൽ തന്നെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ ചെല്ലാനത്തെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് പുലിമുട്ടുകളും ടെട്രാപാഡുകളും സ്ഥാപിച്ചിരിക്കുന്നത്. പ്രദേശത്തെ മറ്റു ഭാഗങ്ങളിൽ കൂടി അവയുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ ശക്തമായാണ് കടലാക്രമണത്തിന് ഇരയാകുന്നതവർ. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ജനം ഇപ്പോൾ കടലിൽ ഇറങ്ങിയിരിക്കുന്നത്. ടെട്രാപാഡുകൾ ഉള്ളത് വടക്കൻ തീരത്താണ്. ഇത് വന്നതിന് ശേഷം ചെല്ലാനത്തെ തെക്കൻ തീരദേശങ്ങളിൽ കടുത്ത കടലാക്രമണമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. തീരം വലിയ രീതിയിൽ കടലെടുക്കുന്നുണ്ട്. ഇവിടെ വീടുകളിലെല്ലാം ഇപ്പോഴും വെള്ളം കയറുകയാണ്. സർക്കാരിന് അറിയുമോ ഇവരുടെ വേദന എന്നത് സംശയമാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് കുറച്ചു ഭാഗം മാത്രം സംരക്ഷിക്കുകയും മറ്റൊരു ഭാഗം ഒഴിവാക്കുകയും ചെയ്തത്. ഇതോടെ മലയാളികളുടെ കണ്ണിൽ സർക്കാർ പൊടിയിട്ടു. ആഴക്കടലിൽ വരുന്ന മാറ്റം തീരപ്രദേശത്തെ ആദ്യം ബാധിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാം. സർക്കാരിന് ഇതിന്റെ രണ്ടാം ഘട്ടം തുടരാതെ മൗനം പാലിക്കുകയാണ് ഇപ്പോഴും. 300 കോടിയോളം ചിലവ് വരുന്ന പദ്ധതിക്കാണ് ജനം ഇപ്പോൾ കടലിൽ ഇരിക്കുന്നത്. വൈപ്പിൻ, നായരമ്പലം തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഈ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. വീടുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ജനം. സർക്കാർ ഇപ്പോഴും മൗനത്തിലുമാണ്. പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് ടെട്രോപാഡ് നിർമ്മാണം നടപ്പാക്കാനുള്ളത്. താൽക്കാലികമായി നിർമ്മിച്ച കടൽഭിത്തിയെല്ലാം തകർന്ന നിലയിലാണുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. Thank you.